ഡിജിറ്റൽ മാധ്യമങ്ങളോടുള്ള കുട്ടികളുടെ അമിത ആസക്തി കേരളത്തിലും ജീവൻ അപഹരിക്കുന്നതായി റിപ്പോർട്ടുകൾ. 3 വർഷത്തിനിടെ കേരളത്തിൽ ഇത്തരത്തിൽ 19 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതായി സംസ്ഥാന സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് മാതാപിതാക്കൾ ശാസിക്കുന്നതും കുട്ടികളെ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 3 വർഷത്തിനിടെ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ച 22 കുട്ടികളിൽ മയക്കുമരുന്ന് ദുരുപയോഗം കണ്ടെത്തിയതായും ലൈംഗികാതിക്രമം കാണിച്ചതായും ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ട രേഖകളിൽ പറയുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ ഡിജിറ്റൽ ആസക്തി ഒരു നിശബ്ദ പകർച്ചവ്യാധിയായി വളർന്നു വരികയാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം പോലെ തന്നെ അപകടകരമാണ് ഡിജിറ്റൽ ആസക്തി. നിർഭാഗ്യവശാൽ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. മുതിർന്ന കുട്ടികൾ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. അവരുടെ ലോകം പകരം ഡിജിറ്റൽ മാത്രമായി ചുരുങ്ങുകയാണ്. ഈ ഒരു ആസക്തി തടയാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കുട്ടികൾ അക്രമാസക്തമാകുന്നു, മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഭീഷണികളെ ഗൗരവത്തോടെ കാണുകയും വേണം, അദ്ദേഹം പറയുന്നു. സാമൂഹിക കൂട്ടായ്മകളിലും കലാകായിക രംഗങ്ങളിലും നിന്ന് കുട്ടികൾ അകന്നു പോകുന്നതും ഇതിന് ആക്കം കൂട്ടുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം കേസുകളിൽ വളരെ കുറച്ചു മാത്രമാണ് പുറത്തു വരുന്നതെന്നും ഡിജിറ്റൽ ആസക്തിയുടെ യഥാർത്ഥ ഇരകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്നാണ് പോലീസ് നിഗമനം. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് ഡിജിറ്റൽ ആസക്തി ഇപ്പോൾ കാരണമാകുന്നതായി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ പ്രോഗ്രാമിന്റെ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന്റെ മേധാവിയും തിരുവനന്തപുരം റേഞ്ച് DIGയുമായ S. അജിത ബീഗം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. ചില ഗെയിം പ്ലാറ്റ്ഫോമുകളിലൂടെ തട്ടിപ്പുകാർ കുട്ടികളെ ഇരയാക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കുട്ടികളുമായി ചങ്ങാത്തം നടിച്ച് ഇവർ മാതാപിതാക്കളുടെ ബാങ്ക് രേഖകളും മറ്റ് വിവരങ്ങളും മറ്റും ശേഖരിക്കുന്നതായും സൈബർ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്ന് അജിത ബീഗം പറയുന്നു. കുട്ടികൾക്കിടയിലെ മാനസിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ആരംഭിച്ച ചിരി ഹെൽപ്പ് ലൈനിലേക്ക് ആയിരക്കണക്കിന് കോളുകളാണ് ഓരോ മാസവും വരുന്നതെന്ന് DIG പറയുന്നു. കുട്ടികളിലെ മാനസിക സമ്മർദ്ദത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഡിജിറ്റൽ ആസക്തിയാണ് പ്രധാനം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി നേരിടാൻ ഞങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എങ്കിലും പ്രധാന പരിഹാരം വീട്ടിൽ തന്നെയാണ്. മാതാപിതാക്കൾ കുട്ടികളുമായി നല്ല രീതിയിലുള്ള ആശയവിനിമയം നിലനിർത്തുകയും അവരെ മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടാൻ അനുവദിക്കുകയും ചെയ്യണം, DIG കൂട്ടിച്ചേർത്തു. മൊബൈൽ ആസക്തി അല്ലെങ്കിൽ ഡിജിറ്റൽ ആസക്തി എന്ന് പറയുന്നത് അടുത്ത സമയത്തായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുതിർന്നവരെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു ആസക്തി മൂലം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നൊക്കെയുള്ളത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ 3 വർഷത്തിലായി ഏകദേശം 19ഓളം കുട്ടികൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പ്രാധാന്യം ആ ഒരു വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഒരു ഡിജിറ്റൽ ഉപയോഗം കൂടുതൽ കാരണം ഉണ്ടാവാറുണ്ട്. പഠിക്കുന്നതിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഉപരിയായിട്ട് ഗെയിമിങ്ങിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് ഒക്കെ കുട്ടികൾ അവരുടെ ശ്രദ്ധ മാറ്റുകയും ആ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കാതെ പോയി തുടങ്ങുമ്പോൾ തന്നെ പല രീതിയിലുള്ള അഡിക്ഷനിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഗെയിം അഡിക്ഷൻ ഒക്കെ ഉള്ള കുട്ടികളിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഈ മൊബൈൽ മാറ്റിവെക്കാൻ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ നെറ്റ് ഡിസ്കണക്ട് ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ അസ്വസ്ഥത കാണിക്കുന്നു. അതുപോലെ തന്നെ വിശപ്പ്, ഒന്നുകിൽ അമിതമായ വിശപ്പ് അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ശ്രദ്ധക്കുറവ് ഉണ്ടാവുന്നു, എത്ര വായിച്ചാലും അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിരുന്ന് ഉറക്കം തൂങ്ങുന്നു പോലെയുള്ള പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് കാണാറുണ്ട്. അപ്പൊ ഇത് ഇത്രയും ഒരു അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഇവർ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മന്ദത ഉണ്ടാവുകയും അവര് ചുറുചുറുക്കോടെ നടക്കേണ്ട ആ ഒരു പ്രായത്തിൽ വളരെ അലസരായിട്ട് എവിടെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. മൊബൈൽ മാറ്റിവെക്കുമ്പോൾ വീട് വിട്ടിറങ്ങുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മൊബൈൽ മാറ്റിവെച്ചത് കൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ ഒരുപാട് കേസുകൾ ദിവസവും കാണേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ അതിന്റെ ഡി അഡിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായിട്ട് തെറാപ്പികൾക്ക് കൊണ്ടുപോവുകയും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.